بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم على نبينا محمد وعلى آله وصحابته ومن اتبع هداه إلى يوم الدين أما بعد سورة التكاثر തഫ്സീറാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. സൂറത്തു അത്തകാസുർ. തകാസുർ എന്ന് പറഞ്ഞാൽ കസീർ, കസീർ എന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ കസീർ എന്ന് പറഞ്ഞാൽ കസീർ അധികം, ധാരാളം. തകാസറ എന്ന് പറഞ്ഞാൽ അധികമുണ്ടെന്ന് നടിക്കുക, അധികമുണ്ടെന്ന് അഭിനയിക്കുക. അത് തഫാഅല എന്ന വസ്നിൽ, തഫാഅല എന്ന മോഡലിൽ വന്നാലാണ് അങ്ങനെ അർത്ഥം കിട്ടുക. ഇപ്പൊ ഇതുപോലെ മരീള എന്ന് പറഞ്ഞാൽ, മരീൽ കേട്ടില്ല, മരീൽ രോഗി, മരീള പറഞ്ഞ രോഗിയായി. എന്നാൽ തമാറദ എന്ന് പറഞ്ഞാലോ രോഗമുണ്ടെന്ന് അഭിനയിക്കുക. ജഹീല അറിയാലോ, അറിവില്ലാത്ത ജഹീല, ജഹാലത്ത് എന്നൊക്കെ കേട്ടിട്ട്. തജാഹല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് അഭിനയിക്കുക. ഒരാളെ കണ്ടാൽ അയാൾ അറിയാത്ത പോലെ ഇങ്ങനെ പോകുന്നതിന് എന്തോരം തജാഹലഹു, അയാൾ അറിയില്ല എന്ന് നടിച്ചു എന്നതുപോലെയാണ് തകാസറ എന്ന് പറഞ്ഞാൽ കൂടുതലുണ്ടെന്ന് നടിക്കുക, അധികമുണ്ടെന്ന് കാണിക്കുക. ഇതിൽ മൂടിപ്പോയിരിക്കുന്നു, ഇതിലെല്ലാം മറന്നുപോയിരിക്കുന്നു മനുഷ്യൻ. അത്തകാസുർ എന്ന് പറഞ്ഞാൽ പെരുമ നടിക്കൽ, കൂടുതലുണ്ടെന്ന് നടിക്കൽ, കസീറായി ഉണ്ടെന്ന് കാണിക്കൽ എന്നാണ് എന്റെ അർത്ഥം. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ സൂറത്തുകളിലൊന്നാണ്. വലിയൊരു, പിന്നീട് ഇസ്ലാമിലെത്തി ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ഒരാളുടെ ചരിത്രം കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അയാൾ മുമ്പ് ജൂതനായിരുന്നു. ഈ സൂറത്താണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണം എന്ന് ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി. മഹത്തായ ആശയം അടങ്ങുന്ന ഒരു സൂറത്താണിത്, സൂറത്തു അത്തകാസുർ. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പിറങ്ങിയ അഥവാ മക്കിയ ആയ സൂറത്താണ്. അൽഹാകുമുത് തകാസുർ. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധരാക്കുക, അശ്രദ്ധരാക്കുക. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധനാക്കിയിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത്തകാസുറു എന്താണ് നിങ്ങളെ അശ്രദ്ധരാക്കിയത്? ഈ പെരുമ നടിക്കൽ, ഉണ്ടെന്ന്, അധികമുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കുക. ഇക്കാര്യം നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. ഹത്താ സുർതും, സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു, സിയാറ സന്ദർശനം. ഹത്താ സൂർത്തും നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. അൽ മഖാബിറ, ഖബറിന്റെ ജംആണ് മഖാബിർ, ബഹുവചനമാണ് മഖാബിർ, ഖബറുകൾ. ഖബറുകൾ നിങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും എന്ന് പറഞ്ഞാൽ മരിക്കുന്നത് വരേക്കും. എന്തുകൊണ്ടാണ് അല്ലാഹു സിയാറ എന്ന പദം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്? വലിയ അർത്ഥം ആ പ്രയോഗത്തിന്റെ പിന്നിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് തഫ്സീർ പറയുമ്പോൾ പറയാം. അല്ലാഹു സുർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖബറുകൾ നിങ്ങൾ അവിടെ സായിറുകളായി, സന്ദർശകരായി നിങ്ങൾ ചെല്ലുന്നത് വരേക്കും. അവിടെ ചെല്ലുന്നത് സന്ദർശകരായിട്ടാണ്, മരിച്ചു ചെല്ലുന്നത്. അതുവരേക്കും എന്ന് പറഞ്ഞാൽ മരണം വരേക്കും നിങ്ങൾ ഈ അശ്രദ്ധയിലാണുള്ളത്. കല്ല സൗഫ തഅലമൂൻ. കല്ല അല്ല, സൗഫ തഅലമൂൻ. സൗഫ ഭാവിയിൽ, താമസിയാതെ, തഅലമൂൻ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. സൗഫ എന്ന് പറഞ്ഞാൽ
തൊട്ട അടുത്ത് തന്നെ. ഇപ്പോ യഅലമു എന്ന് പറഞ്ഞാൽ അതിന് അറിയുന്നു എന്നും അർത്ഥം പറയാം, അറിയും എന്നും അർത്ഥം പറയാം. പക്ഷേ അതിന് സ ചേർത്താൽ പിന്നെ ഭാവിയിൽ മാത്രമായി, വർത്തമാനകാലത്തേക്ക് പറയൂല. സയഅലമു എന്ന് പറഞ്ഞാലോ അറിയും എന്നേ പിന്നെ അതിനർത്ഥമുള്ളൂ, അറിയുന്നു എന്നർത്ഥം കിട്ടൂല. അറിയും ഭാവിയിലേക്കായി, വർത്തമാനകാലത്തേക്കാണ് സ അല്ലെങ്കിൽ അർത്ഥം വരിക. സ കൂട്ടിയാൽ പിന്നെ ഭാവിയിലേക്ക് മാത്രം ആയി. ആ സ പോലെയാണ് സൗഫ. മാത്രമല്ല ഭാഷയിൽ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് സ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി അടുത്താണെന്ത് സൗഫ, വളരെ അടുത്ത് തന്നെ. വഴിയെ നിങ്ങൾ അറിയും. കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയുക. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും സുമ്മ പിന്നെയും കല്ലാ സൗഫ തഅലമൂൻ, അല്ല വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. എന്തിനാണ് അല്ലാഹു ആവർത്തിച്ചത്? മുഫസ്സിറുകൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തഫ്സീർ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ലാ അതല്ല, ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമൽ യഖീൻ യഖീനിന്റെ അറിവ്, അതായത് യഖീൻ എന്താണ്? ഉറച്ചത്, ദൃഢമായ അറിവ് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീം, തീർച്ചയായും നിങ്ങൾ ജഹീം കാണുക തന്നെ ചെയ്യും. ല എന്ന് പറഞ്ഞാൽ തഅക്കീദിന് വേണ്ടിയാണ്. ലസ്ദുൽമുൻ അളീം, ലകനൂത്, ലഫീ ഖുസ്ർ എന്നൊക്കെ പറഞ്ഞതുപോലെ തഅക്കീദിന് വേണ്ടി അഥവാ ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് ല തറവുന്ന എന്ന് പറഞ്ഞാൽ അത് വീണ്ടും തഅക്കീദിന് വേണ്ടിയാണ്. ലതറവുന്നൽ ജഹീം, നിങ്ങൾ ജഹീം കാണുക തന്നെ ചെയ്യും. സുമ്മ പിന്നെയും, ലതറവുന്നഹ നിങ്ങൾ അത് കാണുക തന്നെ ചെയ്യും. ഐനൽ യഖീൻ, ഐൻ അൽ യഖീൻ, ഐൻ പറഞ്ഞ കണ്ണെന്നാണ് അർത്ഥം, യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നാണ് അർത്ഥം. ദൃഢമായ ഒരു കാണൽ, യാതൊരു സംശയത്തിനിടയില്ലാത്ത ഒരു കാഴ്ച നിങ്ങൾ ആ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഒരു മറയുമില്ലാതെ ഒരു ഒളിയുമില്ലാതെ കാണുക തന്നെ ചെയ്യും. കാരണം പരലോകത്ത് മനുഷ്യന്റെ മറ നീക്കുമെന്നാണ്. സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. قيامة നാളിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, فكشفنا لقد كنت في غفلة من هذا, ഈ ഖിയാമത്ത് നാളിനെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു, നിനക്ക് ഇതിനെക്കുറിച്ച് ബോധമുണ്ടായിരുന്നില്ല. ഫകശഫ്നാ അൻക ഗിതാഅക, നിന്റെ മൂടി നാം ഇതാ നീക്കിയിരിക്കുന്നു, നിന്റെ കണ്ണിന് മുൻപുള്ള മൂടി നീക്കിയിരിക്കുന്നു. ഫബസറുകൽ യൗമ ഹദീദ്, അതുകൊണ്ട് ഇന്ന് നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയുണ്ട്, എല്ലാം കാണും. മലക്കുകളെ കാണും, ജിന്നുകളെ കാണും, നരകം കാണും, സ്വർഗം കാണും. ദുനിയാവിൽ കാണാത്തതൊക്കെ പരലോകത്തെത്തിയാൽ മനുഷ്യൻ കാണുകയാണ്. അപ്പോൾ നിന്റെ കാഴ്ചക്ക് മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു മറനീക്കിയ ആ കാഴ്ച. സുമ്മല തറവുന്നഹ ഐനൽ യഖീൻ, ഐനുൽ യഖീൻ, എങ്ങനെ ഇപ്പൊ അതിന് മലയാളത്തിൽ ഒരു അത് കറക്റ്റായ ഒരു അർത്ഥം പറയും? അങ്ങനെയുള്ളൊരു കാഴ്ച, ദൃഢമായ ഒരു മറയുമില്ലാത്ത തെളിഞ്ഞ കാഴ്ച നീ നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന, പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും, പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടും. സഅല ചോദിച്ചു, സുഇല ചോദിക്കപ്പെട്ടു, സുഇല യുസ്അലു, ലതുസ്അലുന്ന പിന്നെ നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും, അഥവാ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇദിൻ, യൗമ ഇദിൻ എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം. ഹീന ഇദിൻ എന്ന് പറഞ്ഞാൽ ആ സമയം, അന്നേ സമയം. ഹീനുൻ എന്ന് പറഞ്ഞാൽ സമയം എന്നാണ് അർത്ഥം. ഹീനുൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യന് കാലത്തിൽ നിന്ന് ഒരു സമയം കടന്നുപോയിട്ടില്ലേ, അവൻ പ്രസ്താവ്യമായ പറയാൻ പറ്റുന്ന ഒരു വസ്തുവേ അല്ലാത്തൊരു സമയം അവന് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ചോദിച്ചെടുത്ത് അല്ലാഹ് എന്താ പറഞ്ഞ? ഹീൻ. അതിന്റെ ജംആണ് അഹ്യാൻ. അഹ്യാൻ എന്ന് പറയില്ല, ചിലപ്പോൾ. അഹ്യാൻ ചിലപ്പോൾ. അതുപോലെ ഹീന ഇദിൻ എന്ന് പറഞ്ഞാൽ ആ സമയം. യൗമ ഇദിൻ എന്ന് പറഞ്ഞാൽ ആ നാളിൽ, ആ ദിവസം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അനിൻ നഈം, നഈമിനെ കുറിച്ച്. എന്താണ് നഈം? നിഅമ, അനുഗ്രഹം, അനുഗ്രഹത്തെ കുറിച്ച്.
അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇതാണ് ഈ സൂറത്തിന്റെ വാക്കർത്ഥം. ഒരു പ്രാവശ്യം ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അൽഹാക്കും എന്നാണ് വാക്ക്. ആദ്യത്തേത് ഹംസയാണ്, രണ്ടാമത്തേത് ഹ. അൽഹാക്കും അതൊരു സാധാരണ അൽ ബൈത്ത് അൽ മദ്രസ എന്നൊക്കെ പറയുന്ന ഒരു അല്ലല്ലത്. അത് അൽഹ എന്ന ഫിഅലാണത്. അൽഹ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാക്കി. അൽഹ യുൽഹിഹിമുൽ അമൽ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ, അവരെ വ്യാമോഹങ്ങൾ അവരെ അശ്രദ്ധരാക്കട്ടെ എന്ന് കാഫറുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ദർഹും യഅകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമൽ ഫസൗഫ യഅലമൂൻ. അവരെ വിട്ടേക്ക്, തിന്ന് കുടിച്ച് അവർ മരിക്കട്ടെ, അവരെ വ്യർത്ഥമായ മോഹങ്ങൾ അവരെ അശ്രദ്ധയിലാക്കട്ടെ, വഴിയെ അവരറിഞ്ഞുകൊള്ളും എന്ന് പറഞ്ഞതുപോലെ അത് സാധാരണ ഉള്ള ഇസ്മിന്റെ കൂടെയുള്ള അലിഫ്ലാം അല്ല, പിന്നെന്താണ്, അത് ഒരു ഫിഅലാണ്. അൽഹാക്കും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തകാസുർ ആണത്. നാവ് മുകളിലത്തെ പല്ലുകൾക്ക് തട്ടിച്ചിട്ടാണ് സാ ഉച്ചരിക്കേണ്ടത്. അൽഹാക്കുമുത്തകാസുർ. ഹത്ത ഹ ആണ്. അൽഹാ വേറെ, ഹത്തയുടെ ഹ വേറെ. ഹത്ത സുർത്തുമുൽ മഖാബിർ كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ. അവിടെ യൗമഇദിൻ എന്ന് വ്യക്തമാക്കി ഉച്ചരിക്കണം എന്നാണ് തജ്വീദിലെ നിയമം. അനിൻ നഈം. ഈ ആയത്തിന്റെ തഫ്സീർ അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല എഴുതിയത് വായിക്കാം. യഖൂലു തആല, അല്ലാഹു പറയുന്നു, അശ്ഗലകും നിങ്ങളെ ശുഗലാക്കിയിരിക്കുന്നു. അതാണ് അൽഹാക്കും എന്ന് പറഞ്ഞാൽ അശ്ഗലകും നിങ്ങളെ ശുഗലാക്കിയിരിക്കുന്നു, അതിൽ വ്യാപൃതരാക്കുക, വേറൊന്നിനും നേരില്ലാത്ത നിലക്ക്. ഹുബ്ബു ദുനിയ വനഈമുഹ വസഹറതുഹ, എന്താണ് നിങ്ങളെ അശ്രദ്ധരാക്കിയിട്ടുള്ളത്? ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള ഇഷ്ടം. വനഈമുഹ, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ. വസഹറതുഹ, ദുനിയാവിലെ അതിലെ അലങ്കാരങ്ങൾ, അതൊക്കെ നിങ്ങളെ വ്യാപൃതരാക്കിയിരിക്കുന്നു. അൻ തലബിൽ ആഖിറതി വബ്തിഗാഇഹ, പരലോകം ആശിക്കുന്നതിൽ നിന്നും
പരലോകത്തിനു വേണ്ടി പണിയെടുക്കുന്നതിൽ നിന്നും നിങ്ങളെ ദുനിയാവിനോടുള്ള ഹുബ്ബും അതിന്റെ പളപളപ്പും അതിലെ സുഖസൗകര്യങ്ങളുമൊക്കെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. وتمادى بكم ذلك حتى جاءكم الموت وزرتم المقابر وصرتم من أهلها. ഏതുവരേക്കും? നിങ്ങൾക്ക് മരണം വരുന്നത് വരേക്കും. അതുപോലെ നിങ്ങൾ ഖബറിലെത്തുന്നത് വരേക്കും. നിങ്ങൾ ഖബറിന്റെ ആളായി തീരുന്നത് വരേക്കും. അതുകൊണ്ടാണ് പണ്ടൊരു കവി പാടിയിട്ടുള്ളത്, അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരീഖി ലാഹിയ അലം തഅതബിർ ബിദ്ദാഇനീന ഇലൽ ബലാ വതർകീഹിം الدنيا ജമീഅൻ കമാ ഹിയ വലം യഖ്റുജു ഇല്ലാ ബിഖുത്നിൻ വഖിർഖത്തിൻ വമാ ആമറു മിൻ മൻസിലിൻ ضل ഖാലിയ. അലാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ലിയൗമി റഹീലിഹി, നിങ്ങൾക്ക് പോകാനുള്ള ഒരു ദിവസത്തെക്കുറിച്ച്, അറാക അനിൽ മൗതിൽ മുഫർരീഖി അലാ അയ്യുഹന്നാസി ലിയൗമി റഹീലിഹി അറാക അനിൽ മൗതിൽ മുഫർരീഖി ലാഹിയ. മനുഷ്യ, നിനക്ക് എന്ത് പറ്റിപ്പോയി? ഞാൻ നിന്നെ കാണുന്നത് നിന്നെ എല്ലാത്തിൽ നിന്നും പിരിച്ചു കളയുന്ന, വേർപെടുത്തുന്ന മരണത്തെക്കുറിച്ച് അശ്രദ്ധനായിട്ടാണല്ലോ നിന്നെ ഞാൻ കാണുന്നത്. അലം തഅതബിർ, നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? ബിദ്ദാഇനീന ഇലൽ ബലാ, ഖബറിലേക്ക് പോയിട്ടുള്ള ആളുകളെ ഓർത്ത് നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? വതർകിഹിം الدنيا ജമീഅൻ കമാ ഹിയ, ദുനിയാവ് മുഴുവൻ അതെങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ വിട്ടേച്ചു പോയ ഈ ആളുകളെ ഓർത്ത്, അവരെ കുറിച്ച് ഓർത്ത് നീ ഗുണപാഠം ഉൾക്കൊള്ളുന്നില്ലേ? വലം വതർകിഹിം الدنيا ജമീഅൻ കമാ ഹിയ, അതുപോലെ അവർ വിട്ടേച്ചു പോയിരിക്കുന്നു അവരുടെ സമ്പത്തും സന്താനങ്ങളുമെല്ലാം. വലം യഖ്റുജു, അവർ പോയിട്ടില്ല, ഇല്ലാ ബിഖുത്നി വഖിർഖത്തിൻ, അവർ കൊണ്ടുപോയത് എന്താണ്? ഒരു പന്നിക്കഷ്ണം അല്ലെങ്കിൽ ഒരു കഫൻ തുണി, ഒരു തുണിക്കഷ്ണവും സ്വല്പം പഞ്ഞിയുമല്ലാതെ. പഞ്ഞിവെക്കണ കണ്ടിട്ടുള്ള അതാണല്ലോ നാട്ടുനടപ്പ്. അല്പം പഞ്ഞിയും തുണിക്കഷ്ണവുമല്ലാതെ അവർ കൊണ്ടുപോയിട്ടില്ല. അതുപോലെ വമാ ആമറൂ മിൻ മൻസിലിൻ ضل ഖാലിയ, അവർ താമസിച്ച വീട് കാലിയാക്കിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയ, നീയും നാളെ വഅൻത ഗദൻ ഔ ബഅദഹു, അല്ലെങ്കിൽ അതിനടുത്ത ദിവസം അവരോട് ചെന്ന് ചേരേണ്ട ആളാണ്. വഅൻത ഗദൻ ഔ ബഅദഹു ഫീ ജിവാരിഹിം, അവരുടെ അയൽവാസിയായിട്ട്. വഹീദൻ ഫരീദൻ ഫിൽ മഖാബീരി സാവിയ, ഒറ്റയ്ക്ക് ഏകനായി ആരും കൂട്ടിനില്ലാതെ അവർ പോയി കിടക്കേണ്ടവനാണ് നീയും എന്ന് എന്താണ് നീ ചിന്തിക്കാത്തത് എന്നാണ് ഒരു കവി പാടിയിട്ടുള്ളത്. ഇത് മനുഷ്യൻ ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, നിങ്ങൾ ഒരുപാട് വർദ്ധിപ്പിക്കണം ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന കാര്യത്തെക്കുറിച്ച്. അതെന്താണ്? അൽ മൗത്ത്, മരണത്തെക്കുറിച്ച്. അത് നിങ്ങൾ ചിന്തിക്കുക തന്നെ ചെയ്യണം. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടി ഒളിക്കുന്നത് അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഗൈബും ഷഹാദത്തും ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്ക് മടങ്ങിപ്പോകും. നിങ്ങൾ എന്താണോ ചെയ്തതെന്നതിനെ കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് ഓർക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ദിക്റുൽ മൗത്ത് അത് വർദ്ധിപ്പിക്കണം. കാരണം അതിന് പ്രായമില്ല. وكم من سليم مات من غير علة وكم من سقيم عاش حينا من الدهر. വേറൊരു കവിതയാണ്. എത്ര എത്ര ആരോഗ്യവാന്മാരാണ് യാതൊരു രോഗമില്ലാതെ മരിച്ചുപോയത്. وكم من سقيم عاش حينا من الدهر. എന്നാൽ എത്ര എത്ര രോഗികളാണ് ഇന്ന് മരിക്കും നാളെ മരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മരണം കാത്തിരിക്കുന്നത്, നിത്യരോഗികളായി കിടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള ആളുകൾ മരിക്കുന്നില്ല, അവരൊരുപാട് കാലം ജീവിക്കുന്നു. وكم من فتى أمسى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. എത്ര എത്ര ചെറുപ്പക്കാരാണ്
അവരിങ്ങനെ ചിരിച്ചും കളിച്ചും രാവിലെ ആവുന്നു, വൈകുന്നേരം ആവുന്നു. പക്ഷെ അവൻ അറിയുന്നില്ല അവനെ പുതപ്പിക്കാനുള്ള കഫൻ തുണി തൊട്ടടുത്ത് നെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അത് നെയ്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, അതവൻ മനസ്സിലാക്കുന്നില്ല. وكم من صغار يرتجى طول عمرهم وقد أدخلت أجسادهم ظلمة القبر. എത്ര എത്ര ചെറിയ കുട്ടികളാണ്, അവരെ കുറിച്ച് അവരുടെ രക്ഷിതാക്കൾ വിചാരിക്കുന്ന എന്താണ്? യുർത്തജ തൂല ഉംരി, ഒരുപാട് കാലം ജീവിക്കും. ഏത് കുട്ടി ജനിക്കുമ്പോഴും അതിന്റെ ആളുകൾ അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്, കുട്ടി വലുതായിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കി തരും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ ശരീരങ്ങൾ അത് ആ ഖബറിന്റെ ഇരുട്ടിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ചെറിയ കുട്ടികൾ മരിക്കുന്നു. وكم من عروس زينوها لزوجها وقد قبضت أرواحهم ليلة القدر. എത്ര എത്ര അറൂസുകളാണ്. അറൂസ് എന്താ? മണവാളൻ, മണവാട്ടി. അങ്ങനെ പിന്നെ എത്ര ആളുകളാണ് സയ്യനുഹാ ലിസൗജിഹ, ആ പെണ്ണിനെ അവളുടെ ഇണക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി അവരെന്താക്കി? അണിയിച്ചൊരുക്കി കല്യാണത്തിന്. പക്ഷേ വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തുൽ ഖദ്രി, ആ വിവാഹ നാളിലതാ അവളുടെ റൂഹ് പിടിക്കപ്പെടുകയാണ്. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അതുകൊണ്ട് എന്ത് വേണം? ആ കവിതയുടെ തുടക്കം ഇങ്ങനെയാണ്: തസവ്വദ് മിനത് തഖ്വ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. എന്നിട്ടാണ് പാടുന്നത്: വകം മിൻ സലീമിൻ ആശ മിൻ ഗൈര മാത മിൻ ഗൈര ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിനദ് ദഹ്രി. തസവ്വദ് മിനത് തഖ്വ, നീ തഖ്വ കൊണ്ട് സാദ് നേടുക. സാദ് പറഞ്ഞാൽ യാത്രക്ക് കൊണ്ടുപോകുന്ന വിഭവം, അതുണ്ടാക്കുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലേ, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിങ്ങൾ യാത്രക്ക് ഒരുങ്ങിക്കൊള്ളുക. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞതാണ്. യാത്രക്ക് വേണ്ടുന്ന സാദ് കയ്യിലെടുക്കുക. നിങ്ങൾക്കൊണ്ട് ഏറ്റവും നല്ല സാദ് എന്താണ്? അത്തഖ്വ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ കാണാം, സവ്വദകല്ലാഹു തഖ്വ, അള്ളാഹു നിനക്ക് സാദായി തഖ്വ നൽകുമാറാകട്ടെ. അത് നീ നേടിക്കൊള്ളുക. തസവ്വദു മിനത് തഖ്വ, കാരണം ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല, ഇദാ ജന്ന ലൈലുൻ, ഇരുണ്ട രാത്രി വന്നാൽ, രാത്രി ഇരുൾ മൂടിയാൽ, ഹൽ തഈശു ഇലൽ ഫജ്രി, പകൽ വരേക്ക് നീ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമറിനോട് പറഞ്ഞില്ലേ, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ, ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ അല്ലെങ്കിൽ വഴിയാത്രക്കാരനെ പോലെ ആവുക. ഇത് കേട്ട ശേഷം ഈ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആളുകളോട് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ് വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരി മസാ. വൈകുന്നേരമായാൽ നീ രാവിലെ ആകാൻ കാത്തു നിൽക്കരുത്, രാവിലെ ഉണ്ടാകുമെന്ന് നീ പ്രതീക്ഷിക്കരുത്, അതിനു മുമ്പേ ആഖിറത്തിലേക്കുള്ളത് നീ പ്രവർത്തിക്കണം. പകലായാൽ നീ വൈകുന്നേരത്തെ കാത്തു നിൽക്കരുത്, വരുമെന്ന് യാതൊരു ഉറപ്പില്ല. അപ്പോ ഈ മഹത്തായ തത്വം സൂചിപ്പിക്കുന്ന ഒരു സൂറത്താണ്, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, ദുനിയാവിനെ കുറിച്ച് സുഹൃദ് ഉണ്ടാക്കുന്ന, വിരക്തി ഉണ്ടാക്കുന്ന ഒരു സൂറത്താണ്, മഹത്തായ ഒരു സൂറത്താണ് ഈ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത് ദുനിയാവ് നമ്മളെ, മനുഷ്യനെ പരലോകത്തിൽ നിന്ന് അശ്രദ്ധനാക്കിയിരിക്കുന്നു. ثم قال تعالى, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മുഅള്ളിമൻ അംറഹ وتمادى بكم ذلك حتى جاءكم الموت وزرتم المقابر وصرتم من أهلها. ആ ഖബറിന്റെ ആളുകൾ ആകുന്നത് വരേക്കും നിങ്ങൾ എന്താകും? ഖബറിന്റെ ആളുകളായി മാറുന്നത് വരേക്കും ഈ അശ്രദ്ധയിലാണ് നിങ്ങളുള്ളത്. وقال الحسن البصري, ഇബ്നു കസീർ പറയുന്നു, ഹസൻ അൽ ബസരി പറഞ്ഞു, ഹസൻ ബസരി ആണ് താബിഈയാണ്, അൽഹാകുമുത് തകാസുർ, നിങ്ങളെ തകാസുർ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു, ഫിൽ അംവാലി വൽ ഔലാദ്. തകാസുർ കൂടുതലായി ഉണ്ടാകുന്നത് എന്തിലാണ്? അംവാൽ. അംവാൽ എന്താണ്? സമ്പത്ത്. വൽ ഔലാദ്, മക്കൾ. ഇതിനെക്കുറിച്ചൊക്കെയാണ് ആളുകൾ പെരുമ നടിക്കുന്നത് കൂടുതൽ. എന്നാൽ ഇത് മാത്രമാണോ? ഒരിക്കലും അല്ല, ഒരിക്കലുമല്ല. അതുകൊണ്ടാണ് എന്തിനാണ് തകാസുർ എന്ന് അള്ളാഹു പറയാതിരുന്നത്. അള്ളാഹുവിന്റെ പ്രയോഗം നോക്കി, അൽഹാകുമുത് തകാസുർ, പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കും. എന്തിനാണെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അത് അള്ളാഹുവിന്റെ കലിമാത്തുകളുടെ ഒരു പ്രത്യേകതയാണ്. എന്തിലും തകാസുറാണ്. അത് നമ്മളെ കുറിച്ച് ആലോചിച്ച്, ഞാൻ എന്നെ കുറിച്ച് ആലോചിച്ചാൽ, നിങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ, നമ്മളൊരു കുറച്ച് സമയം ഒരാളോട് സംസാരിച്ചാൽ നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ അയാളോട് അങ്ങനെ പറഞ്ഞു. നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ ഇൽമും
അല്ലെങ്കിൽ നമ്മുടെ കഴിവും അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും ഇതൊക്കെ കുറച്ച് അധികമുണ്ട്, ഞാൻ അതിലൊക്കെ ഉഷാറാണ് എന്ന് നമ്മൾ പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും നമ്മളെ ഒന്ന് ഉയർത്താൻ ഒരു തകാസുർ, ഉള്ളതിനേക്കാളും കുറച്ചധികം ഉണ്ടെന്ന് കാണിക്കാനുള്ള സംസാരങ്ങൾ, അത് ഒരു ദിവസം എത്രയാണ് നമ്മൾ പറയുന്നതെന്ന് ചിലപ്പോൾ എണ്ണാൻ പറ്റൂല. അത്രയും നമ്മൾ അറിയാതെ അതിന്റെ ആളുകളാണ് നമ്മൾ. തകാസുർ സമ്പത്തിലാകട്ടെ ഇൽമിലാകട്ടെ നമ്മൾ നമ്മുടെ മിടുക്കുകൾ ആളുകളോട് പറയാൻ എപ്പോഴും അതെങ്ങനെയെങ്കിലും ആളുകളെ അറിയിക്കാൻ, മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യർ. ഇല്ലാമ റഹിമ റബ്ബി, അള്ളാന്റെ റഹ്മത്ത് കിട്ടിയ വളരെ കുറച്ച് ആളുകൾ ഒഴികെ. അത് കൂടുതൽ നടക്കുന്നത് അംബാലിലും ഔലാദിലുമാണ്, സമ്പത്തിലും മക്കളുടെ കാര്യത്തിലും. സമ്പത്തും മക്കളും അള്ളാഹു ഒരുപോലെ പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നമ അംബാലക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങൾക്ക് പരീക്ഷണമാണെന്ന് പറഞ്ഞു. അതുപോലെ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, ഖിയാമത്ത് നാളിൽ സമ്പത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് തവണ കിതാബിലും സുന്നത്തിലും ഇത് രണ്ടും ചേർത്ത് പറയപ്പെട്ടത് കാണാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് അടുത്തത്. വറവൽ ബുഖാരി عن أنس بن مالك عن أبي بن كعب قال كنا نرى هذا من القرآن حتى نزلت ألهاكم التكاثر. അതായത് ഈ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഇത് ഖുർആനിൽ ഞങ്ങൾ ഇത് കാണാറുണ്ടായിരുന്നു അൽഹാക്കുമുത് തകാസുർ ഇറങ്ങുന്നതുവരെ. ഇത് എന്ന് പറഞ്ഞാൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് ഒരു ഹദീസാണ്. يعني لو كان لابن آدم واديا من ذهب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, لو أن لابن آدم واديا من ذهب أحب أن يكون له واديان ولن يملأ فاه إلا التراب ويتوب الله على من تاب. അതായത് നിങ്ങളെ തകാസുർ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കസറത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും അതിൽപ്പെടും. കൂടുതലുണ്ടാകാനുള്ള ആഗ്രഹം കിട്ടിയാൽ ഇനിയും പോരാ പോരാ പോരാ, ഇനിയും വേണം കസറത്ത് വേണം. അതും എന്തിൽ പെടും? തകാസറ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നതാണ്. അല്ലാഹു തആല അലം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയൻ മിൻ ദഹബ്, ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു വാദി, വാദിന്റെ അർത്ഥം താഴ്വര ഉണ്ടായിരുന്നുവെങ്കിൽ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. എന്താണ് ആലോചിക്കുക, അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്വർണത്തിന്റെ ഒരു താഴ്വര കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ്, ഇനിയുള്ള കാലം സ്വസ്ഥമായി സുഖമായി ജീവിക്കാം എന്ന് അവൻ വിചാരിക്കൂല. രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആഗ്രഹിക്കും. വേറെ റിപ്പോർട്ടുകൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ മൂന്നെണ്ണം ആഗ്രഹിക്കും എന്ന് കാണാം. ഒരുപാട് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാം. ഒന്നുണ്ടായാൽ രണ്ടിനും ആഗ്രഹിക്കും. വലയംല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ വലയംല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല എന്ന് പറഞ്ഞാൽ മരിച്ച് കബറിൽ കൊണ്ടുവച്ചല്ലാതെ ഈ ആർത്തി തീരൂല. വയതൂബുല്ലാഹു അലാ മൻ താബ്, തൗബ ചെയ്തു മടങ്ങിയവന് അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പരിശുദ്ധ ഖുർആനിലെ ആയത്തായിരുന്നു. ഏത്? ഈ ഹദീസ്. لو أن لابن آدم واديا من ذهب أحب أن يكون له واديان ولن يملأ فاه إلا التراب ويتوب الله على من تاب. صحيح البخاري ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മഹത്തായ ഹദീസ് പരിശുദ്ധ ഖുർആനിലെ ആയത്തായിരുന്നു. ഉബയ്യ് ഇബ്നു കഅബ് പറയാണ്, ഞങ്ങളിത് ഖുർആനിൽ കാണാറുണ്ട്, പക്ഷെ അള്ളാഹു പിന്നീട് അത് ഉയർത്തി അവതരിപ്പിച്ചു? അൽഹാക്കുമുത് തകാസുർ, ഈ സൂറത്ത് അവതരിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹു തന്നെ പറഞ്ഞതാണ് സൂറത്തുൽ ബഖറയിൽ. അള്ളാഹിന്റെ ഹിക്മത്താണ് അങ്ങനെ ചെയ്യുന്നത്. അള്ളാഹിന്റെ ഹിക്മത്ത്, അവൻ ഉദ്ദേശിച്ചു അങ്ങനെ ചെയ്യാൻ, അവൻ അങ്ങനെ ചെയ്തു. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അവൻ ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ ആരാണുള്ളത്? വഹും യുസ്അലൂൻ, മനുഷ്യരാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അവർ ചോദ്യം ചെയ്യപ്പെടുന്നു. അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ അള്ളാഹിന്റെ ഹിക്മത്ത് അതിന് പിന്നിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, ഏത് സൂറത്തിലാ? സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ അലം തഅലം അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
നാം ഒരു ആയത്തും നുസ്ഖ് നടത്തുന്നില്ല, നാം ഒരായത്തും മറപ്പിക്കുന്നില്ല, അതിനേക്കാളും നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത് പകരം കൊണ്ടുവന്നിട്ടല്ലാതെ. അള്ളാഹു നുസ്ഖ നടത്തും, അള്ള ചില ആയത്തുകൾ മറപ്പിച്ചു കളയും, പക്ഷെ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനേക്കാൾ നല്ലത് അല്ലെങ്കിൽ അതുപോലുള്ളത് അള്ളാഹു പകരം കൊണ്ടുവരും. അലം തഅലം, നിനക്കറിയില്ലേ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഖുർആനിൽ നാസിഖും മൻസൂഖുമുണ്ട്. ചില ആയത്തുകൾ മറ്റു ചില ആയത്തുകൾ കൊണ്ട് ആ ആയത്തിന്റെ വിധി അള്ളാഹു ദുർബലപ്പെടുത്തിയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ഇപ്പോ സമാധാനത്തിന്റെ ആയത്തുകളാണ് ജിഹാദിന്റെ ആയത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തിയിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തില്ല, യുദ്ധം ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. മറിച്ചൊരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുത്തു. അപ്പൊ അതിന് മുമ്പത്തുള്ള ആയത്തുകൾ എന്താണ്? ഈ വിഷയത്തിൽ അവരോട് വിട്ടുകൊടുക്കാനും മാപ്പാക്കാനൊക്കെ പറഞ്ഞത് ഈ ജിഹാദിന്റെ ആയത്തുകൾ കൊണ്ട് ദുർബലപ്പെടുത്തി. ഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന അദ്ദീനു കുല്ലുഹു ലില്ലാഹ്. ഫിത്ന അഥവാ ശിർക്ക് അവസാനിക്കുന്നതുവരെ, ദീൻ മുഴുവൻ അള്ളാഹുവിനാകുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതാരോടാണ്? ജിഹാദിന്റെ ഷർത്തുകൾ ഒത്തുവന്ന മുസ്ലിം അമീറിന്റെ കീഴിലുള്ള മുസ്ലിം സമുദായത്തോടാണ് അത്. എന്നതുപോലെ നുസ്ഖ് നടത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഏതാണ് നാസിഖ്, ഏതാണ് മൻസൂഖ്, അത് പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഏതായത്താണ് ദുർബലപ്പെടുത്തിയ ആയത്ത് ഏതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടത് ഏതാണ്, അത് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ അള്ളാഹു ഒരിക്കലും അഖ്ബാർ ദുർബലപ്പെടുത്തുകയില്ല, അഹ്കാമ് മാത്രമേ ദുർബലപ്പെടുത്തുള്ളൂ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു സംഭവം അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. പിന്നെ അത് തിരുത്തുവോ? മുമ്പ് നടന്ന് അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെ ആയിരുന്നു പറഞ്ഞിട്ട് അള്ളാഹു തിരുത്തുവോ? ഒരിക്കലുമില്ല. അങ്ങനെ തിരുത്തിയിട്ടില്ല, തിരുത്തുകയില്ല. പക്ഷെ എന്ത് തിരുത്തും? അഹ്കാം തിരുത്തും, ഹുക്കുമുകൾ. ഒരു കാര്യം ചിലപ്പോൾ ആദ്യം അനുവദനീയായിരിക്കും, പിന്നെ അത് അള്ളാഹു ഹറാമാക്കും. ചിലപ്പോൾ ഒരു കാര്യം ആദ്യം ഹറാമായിരിക്കും, പിന്നെ അത് അനുവദിക്കും. അതെന്താണ്? അതിന്റെ പിന്നിൽ വ്യക്തമായ മസ്ലഹത്തുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞു, ഫബശർനാഹു ബിഗുലാമിൻ ഹലീം ഫലമ്മ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു മകൻ അർക്കാൻ പറഞ്ഞു. അവിടെ എന്താ ഹുക്കുമ്? അപ്പോ അർക്കൽ. ആ സമയത്ത് എന്താ ഇബ്രാഹിം നബിയെ സംബന്ധിച്ചിടത്തോളം ഹുക്കും എന്താ? വാജിബാണ്, അർക്കണം. മകൻ ഫലമ്മ ബലഗ മഅഹു السعي, സഅയ് എത്തിയപ്പോൾ മകൻ ഇബ്രാഹിം നബിയുടെ കൂടെ അധ്വാനിക്കാൻ പോകുന്ന ഒരു പ്രായം. പക്ഷെ മുഫസ്സിറുകൾ ആ പ്രായത്ത് വിശദീകരിച്ചിട്ടുള്ളത് ഒരു പിതാവിന്, ഒരു ഉപ്പാക്ക് മകനോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്ന പ്രായമുണ്ടല്ലോ, ആ പ്രായത്തിലാണ് എന്തു പറഞ്ഞത്? അർക്കാൻ പറഞ്ഞത്. തീരെ ചെറുതുമല്ല, നന്നേ വലുതുമല്ല. ഉപ്പാന്റെ ആശ്രയം എല്ലാ കാര്യത്തിനൊന്നും വേണ്ട, എന്നാ പലതിനും വേണം. അങ്ങനെയുള്ള പ്രായം ഉണ്ടല്ലോ, ഏറ്റവും പിതാക്കന്മാർക്ക് മക്കളോട് സ്നേഹം ഉണ്ടാകുന്ന പ്രായം എന്നാണ് മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ആ പ്രായത്തിയപ്പോൾ എത്ര ദുആ ചെയ്ത് കിട്ടിയ മകനാണ്. അള്ളാഹു അർക്കാൻ കൽപ്പിച്ചു. മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം, ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, അന്നി അസ്ബഹുക, നബിമാരുടെ സ്വപ്നം അള്ളാഹിന്റെ കൽപ്പനയാണ്, നിന്നെ അർക്കുന്നതായിട്ട്. ഫൻദുർ മാദാ തറ, മോനെ പറയ് നിന്റെ അഭിപ്രായം എന്താണ്? ഖാല യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് എന്താണോ അത് ചെയ്തേക്കൂ, ഇൻഷാ അല്ലാഹ് സാബിറുകളുടെ കൂട്ടത്തിൽ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ പോയി. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ, അവർ രണ്ടുപേരും ചെന്നു, അള്ളാഹിന്റെ ആ കൽപ്പനക്ക് കീഴ്പ്പെട്ടു. നെറ്റി താഴ്ത്തി കിടത്തി, കമിഴ്ത്തിയിട്ടാണ് കിടത്തിയത്. എന്തിനാണ് അങ്ങനെ കിടത്തിയത്? മുഖം കണ്ടാൽ മനസ്സ് മാറാതിരിക്കാനാണ്. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ വനാദൈനാഹു അയ്യ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين وفديناه بذبح عظيم. അല്ലാഹു പറഞ്ഞു, ഇബ്രാഹിം, ഇത് പരീക്ഷണമാണ്, താങ്കൾ ഈ സ്വപ്നം സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് മുഹ്സിനുകൾക്ക് നാം പ്രതിഫലം നൽകുക. ഇതാ വലിയൊരു അറവ് അറക്കാൻ വേണ്ടി ഒരാടിനെ അള്ളാഹു ഇബ്രാഹിം നബിക്ക് കൊടുത്തു. അപ്പൊ എന്താ, ഈ ഹുക്മ് മാറിയില്ലേ? പിന്നെ അറക്കാൻ പാടുണ്ടോ മകനെ? ഇല്ല, ഹുക്മ് മാറി.
എന്നതുപോലെയാണ്. നിങ്ങൾ നോക്കുക, ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിയുടെ ഉമ്മത്തിൽ സഹോദരൻ സഹോദരിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. ദുനിയാവിൽ വേറെ പെണ്ണുങ്ങളുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ആളുകൾ കൂടും? അവിടെ ആരാണ് വിവാഹം ചെയ്തത്? ആങ്ങൾ പെങ്ങളെയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പിന്നെ ആളുകൾ സന്താനോത്പാദനം നടത്തിയത്, അടുത്ത തലമുറ ഉണ്ടായത്. ആദ്യം എന്തായിരുന്നു? സഹോദരിയും സഹോദരനും തമ്മിൽ വിവാഹിതരാകാൻ അള്ളാഹു അനുവദിച്ചിരുന്നു. അവിടെ അത് വേണം, അല്ലെങ്കിൽ പിന്നെ മനുഷ്യന്മാരുണ്ടാവോ? ഇല്ലല്ലോ. എന്നാൽ ഈ ഉമ്മത്തിൽ അത് പാടുണ്ടോ? ശേഷമുള്ള ഉമ്മത്തുകളിൽ അള്ളാഹു അത് വിരോധിച്ചു എന്നത്. അപ്പൊ അത് ഹുക്കും അള്ളാഹു മാറ്റിയതാണ്, നുസ്ഖ. കാരണം അവിടെ അതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നോക്ക്, ഖിബ്ല മാറ്റം. ഖിബ്ല ആദ്യം മസ്ജിദുൽ അഖ്സയിലേക്ക് ആയിരുന്നത്, അള്ളാഹു മസ്ജിദുൽ ഹറാമിലേക്ക് ആക്കി. മദ്യം ആദ്യം വിരോധിച്ചിരുന്നില്ല, അള്ളാഹു പിന്നെ ഹറാമാക്കി. ഒരുപാട് കാര്യങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു തആല അഹ്കാമുകളിൽ നുസ്ഖ വരുത്തും. അത് അള്ളാഹിന്റെ തീരുമാനമാണ്, അത് അള്ളാഹുവിന്റെ തീരുമാനം. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഉയർത്തപ്പെട്ട ഈ ഹദീസിന് പകരമാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഏതാണ് ഹദീസ്? അർത്ഥം പറയും. ആദമിന്റെ പുത്രന് സ്വർണത്തിന്റെ ഒരു താഴ്വര ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ തീരുള്ളൂ? വായിൽ മണ്ണല്ലാതെ അവന്റെ വായ നിറക്കുകയില്ല. അതാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിറങ്ങിയ ശേഷം ഇതുവരേക്കും, ഈ സൂറത്ത് ഇറങ്ങുന്നത് വരേക്കും നമ്മൾ ആ ഹദീസ് ഈ ഖുർആനിൽ അത് കാണാറുണ്ടായിരുന്നു. ഇത് ഇമാം അഹ്മദും മുസ്ലിമും തിർമിദിയും നസായിയും, ഇത് ഈ പറഞ്ഞത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇനി ഇമാം വറവ അഹ്മദ് വമുസ്ലിം വതിർമിദി വന്നസായി അൻ മുതർരിഫ് യാനി ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ശഖീർ അൻ അബീഹി ഖാൽ ഇൻതഹൈതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് മുസ്ലിം ഒക്കെ ഒരു ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, മുതർരിഫ് അദ്ദേഹം താബിഈയാണ്, അബ്ദുല്ലാഹി ഇബ്നു ശഖീർ എന്ന സഹാബിയുടെ മകനാണ്. ആര്? മുതർരിഫ്, മഹാനായ വളരെ പ്രസിദ്ധനായ ഒരു താബിഈയാണ് മുതർരിഫ്. അദ്ദേഹത്തിന്റെ പിതാവാണ് അബ്ദുല്ലാഹി ഇബ്നു ശഖീർ എന്ന സഹാബി. ആ സഹാബി പറയുന്നു, ഇൻതഹൈതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി പറയുകയായിരുന്നു, നബി ഓതുകയായിരുന്നു, അൽഹാകുമുത് തകാസുർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽഹാകുമുത് തകാസുർ യഖൂലു ഇബ്നു ആദം മാലി മാലി وهل لك من مالك إلا ما أكلت فأفنيت أو لبست فأبليت أو تصدقت فأمليت. ഇതാണ് മഹത്തായ തത്വങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സൂറത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ആയത്ത് ഓതിയിട്ട് നബി പറയാൻ, യഖൂലു ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ അഥവാ മനുഷ്യൻ പറയുന്നു, മാലി മാലി, എന്റെ ധനം, എന്റെ പൈസ, എന്റെ പൈസ എന്നിങ്ങനെ ആര് പറയുന്നു? ആദമിന്റെ പുത്രൻ മനുഷ്യൻ പറയാൻ. വഹല്ലക യാ ഇബ്നു ആദം, മനുഷ്യ നിനക്കുണ്ടോ? മിമ്മാലിക്, നിന്റെ സമ്പത്തിൽ നിന്ന് നിന്റേതായി, നിന്റേതാണെന്ന് പറയാൻ നിനക്ക് എന്താണുള്ളത്? ഇല്ലാമ അക്കൽത ഫഅഫ്നൈത്, നീ തിന്നു തീർത്തതല്ലാതെ. ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ധരിച്ച് ദ്രവിച്ചു പോയതല്ലാതെ, നീ ഇട്ട് ഇങ്ങനെ തുരുമ്മിപ്പോയുണ്ടല്ലോ അതല്ലാതെ. ഔ തസദ്ദഖ്ത ഫഅംലൈത്, അല്ലെങ്കിൽ നീ കൊടുത്ത് ദാനം ചെയ്ത് തീർത്തതല്ലാതെ വേറെന്താണ് നിന്റെ പൈസ? അപ്പോ ഒരാളുടെ സമ്പത്ത് പറഞ്ഞാൽ എന്താണ്? അയാൾ തിന്നത് അതയാളുടെതാണ്, അതിനായിരിക്കും കിട്ടില്ലല്ലോ. അയാള് കുപ്പായം വാങ്ങിയിട്ടത് അതാരതാണ്? അയാളതാണ്. അയാൾ ദാനം ചെയ്തത് നോക്കി, നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു നോക്കി, അയാൾ ദാനം ചെയ്തു അതാരതാണ്? അത് അയാളതാണ്, അയാൾക്കുള്ളതാണത്, അയാൾ ദാനം ചെയ്തത്. ഇനി പൂഴ്ത്തി വെച്ചതോ പിടിച്ചു വെച്ചോ കൊടുക്കാതെ പിശുക്ക് വെച്ച ആർക്കുള്ളതാണ്? അത് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ആർക്കോ തമ്മിൽ തല്ലാനുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, നിങ്ങൾ ആരാണ് അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുന്നത്? അപ്പൊ സഹാബി പറഞ്ഞു, ആരാണ് അനന്തരാവകാശിയുടെ സമ്പത്ത് ഇഷ്ടപ്പെടുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിന്നതും കുടിച്ചതും ചെലവാക്കിയതൊക്കെ നിങ്ങളുടേതാണ്, ബാക്കി വെച്ചതായിരുന്നാണ് അനന്തരാവകാശിന്റെ. ആരോ എടുക്കാനുള്ളതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ്. യഖൂലു ഇബ്നു ആദം, ഈ സൂറത്ത് ഓതിയിട്ടാണ് പറഞ്ഞത്, അൽഹാകുമുത് തകാസുർ യഖൂലു ഇബ്നു ആദം മാലി മാലി വഹല്ലക യാ ഇബ്നു ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത് ഔ ലബിസ്ത ഫഅബ്ലൈത് ഔ തസദ്ദഖ്ത ഫഅംലൈത്
وروى مسلم عن أبي هريرة قال قال رسول الله صلى الله عليه وسلم ഇതേ ഹദീസ് തന്നെ അബൂ ഹുറൈറ റിവായത്ത് ചെയ്യുന്നു, ചെറിയ വ്യത്യാസത്തോടു കൂടി. നേരത്തെ ഏത് സഹാബിയാണ് റിവായത്ത് ചെയ്തത്? അബ്ദുല്ലാഹിബ്നു ഷഖീർ, മുതർരിഫിന്റെ പിതാവ്. ആ സഹാബി ചെല്ലുമ്പോൾ നബി ആയത്ത് ഓതിയിട്ട് ഇത് പറയുകയായിരുന്നു. ഇനി അബൂ ഹുറൈറ പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുൽ അബ്ദു മാലി മാലി. അബ്ദ്, ഒരു അടിമ പറയുന്നു മാലി മാലി, എന്റെ സമ്പത്ത്, എന്റെ പൈസ എന്നിങ്ങനെ പറയുന്നു. വ ഇന്നമാ ലഹു മിൻ മാലിഹി സലാഹ്, അവന് അവന്റെ സമ്പത്തിൽ നിന്ന് 3 എണ്ണം മാത്രമാണുള്ളത്. മാ അകല ഫഅഫ്ന, ഇതന്നെ നേരത്തെ മാ അകൽ തഫഅഫ്ന, നീ തിന്ന് തീർത്തത്, നീ ധരിച്ചു ദ്രവിച്ചത് എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്ത് പറഞ്ഞു? മനുഷ്യൻ പറയുന്നു, അടിമ പറയുന്നു അവന്റെ പൈസ പൈസ. അവന് 3 കാര്യം മാത്രമേ ഉള്ളൂ. മാ അകല ഫഅഫ്ന, അവൻ തിന്ന് തീർത്തത്. ഔ ലബിസ ഫഅബ്ല, അവൻ ധരിച്ച് ദ്രവിച്ചു പോയത്. ഔ തസദ്ദഖ ഫഅബ്ഖ, ഇതങ്ങനെയുള്ളത്. തസദ്ദഖ ഫഅബ്ഖ, സദഖ കൊടുത്ത് അങ്ങനെ അത് അവൻ ആ സമ്പത്തിനെ ശാശ്വതമാക്കി, ബാക്കിയാക്കി. സദഖ കൊടുത്താൽ അള്ളാഹു പരലോകത്ത് അവന് വലിയ പ്രതിഫലം അതുകൊണ്ട് കൊടുക്കും, അവന്റെ നിയത്തിനനുസരിച്ച്. കാരണം സദഖയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള എന്താണ്? ബുർഹാനുൻ, തെളിവാണത്. ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവാണ്. പരലോകത്തിൽ ഒരാൾക്ക് വിശ്വാസം ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ത്? അയാൾ സദഖ കൊടുക്കുന്നുള്ളത്. അല്ലെങ്കിൽ എന്തിനു കൊടുക്കണം? അവനവൻ സമ്പാദിച്ച പൈസ വേറെ ആളുകൾക്ക് എന്തിനു കൊടുക്കണം? അവൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ്, ആരും കാണാതെ അയാള് വേറൊന്നും ഉദ്ദേശിക്കാതെ അയാൾ കൊടുക്കുന്നത് അയാളുടെ ഈമാനിന്റെ ഏറ്റവും വലിയ ബുർഹാനാണ്, തെളിവാണ്. വസ്സദഖത്തു ബുർഹാനുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുത്തു ബാക്കിയാക്കിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി പറയുന്ന ഈ റിവായത്തിൽ വമാ സിവാ ദാലിക്, അതല്ലാത്ത അതിനു പുറമേ ഉള്ളത് ഫദാഹിബുൻ, അത് പോകാനുള്ളതാണ്. വതാരികുഹു ലിന്നാസ്, അവൻ അത് ഉപേക്ഷിച്ച് ജനങ്ങൾക്ക് വിട്ടയച്ചുകൊണ്ട്, അത് ജനങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കപ്പെട്ടതാണ്, അത് അവനിൽ നിന്ന് പോകുന്നതാണ് ബാക്കിയുള്ളത്. ഇനി ഇബ്നു കസീർ പറയുന്നു വറവ ഷൈഖാൻ, ഷൈഖാൻ 2 ഷൈഖുമാർ ഉദ്ധരിക്കുന്നു. ആരാണ് ഷൈഖാൻ എന്ന് പറഞ്ഞാൽ? ഇമാം ബുഖാരി മുസ്ലിം. وروى الشيخان والترمذي والنسائي عن أنس قال قال رسول الله صلى الله عليه وسلم, أنس بن مالك رواية عن رسول الله പറഞ്ഞു يتبع الميت ثلاثة, എല്ലാവരും കേട്ട ഹദീസായിരിക്കും. يتبع الميت ثلاثة فيرجع 2 ويبقى معه 1 يتبعه أهله وماله وعمله فيرجع أهله وماله ويبقى عمله. എത്ര ആശയസമ്പുഷ്ടമായ ഹദീസാണ്. യത്ബഉൽ മയ്യിത്ത്, മയ്യിത്തിന്റെ പിന്നാലെ പോകും, മയ്യിത്തിനെ അനുഗമിക്കും. സലാസത്തുൻ, 3 കാര്യങ്ങൾ. ഫയർജിഉ 2, 2 കാര്യങ്ങൾ പിന്നെ മടങ്ങി വരും. വയബ്ഖാ മഅഹു 1, 1 മാത്രം അവന്റെ കൂടെ ബാക്കിയാകും. യത്ബഉഹു അഹ്ലുഹു വമാലുഹു വഅമലുഹു, അവന്റെ മയ്യിത്തിന്റെ പിന്നാലെ പോകും. അഹ്ലുഹു, മയ്യിത്തിന്റെ കുടുംബക്കാർ പോകും, മയ്യിത്തിന്റെ പിന്നാലെ അഹ്ലു പോകും. വമാലുഹു, അവന്റെ സമ്പത്തും അതിന്റെ പിന്നാലെ പോകും. വഅമലുഹു, അവന്റെ അമലും പോകും കൂടെ. ഫയർജിഉ, മടങ്ങി വരുന്നത് ആരൊക്കെയാണ്? അഹ്ലുഹു വമാലുഹു, സമ്പത്തും അതുപോലെ കുടുംബവും. വയബ്ഖാ അമലു, അവന്റെ കൂടെ കൂട്ടിനുണ്ടാകുന്നത് ആര് മാത്രമാണ്? അമല് മാത്രം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അവനോട് സംസാരിക്കും, അവർക്കിടയിൽ തുർജുമാൻ ഉണ്ടാവുകയില്ല, പരിഭാഷപ്പെടുത്താൻ ആരുമില്ല. അങ്ങനെ ഇല്ലാത്ത നിലയിൽ അള്ളാഹു എല്ലാവരോടും സംസാരിക്കും. അവൻ വലതുഭാഗത്തേക്ക് നോക്കിയാൽ അവന് അമലല്ലാതെ കാണുകയില്ല, ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ അവന്റെ അമലല്ലാതെ കാണുകയില്ല, മുന്നോട്ട് നോക്കിയാൽ അവൻ നരകമല്ലാതെ കാണുകയില്ല. ഖബറിലെത്തിയാൽ ഒരു മനുഷ്യന് ഇൻഷാ അല്ലാഹ് നമ്മുടെ അഹ്കാമുൽ ജനായില ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന സുദീർഘമായ ഹദീസ് വരാനുണ്ട്. പിന്നെ റൂഹ് പിടിച്ച് കാഫറിന്റെയും മുഅ്മിന്റെ റൂഹ് പിടിച്ച് മലക്കുകൾ പോകുന്നതും, എന്നിട്ട് അവസാന ഖബർ ശിക്ഷ അല്ലെങ്കിൽ ഖബറിലെ സുഖങ്ങൾ, അതും ഈ മനുഷ്യനോട് ഉറങ്ങാൻ പറയുന്നതൊക്കെ ദീർഘമായ ഹദീസ് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അതിൽ കാണാം, നല്ല മനുഷ്യന്റെ അരികിലേക്ക് നല്ല മുഖമുള്ള, സൗന്ദര്യമുള്ള, സുഗന്ധമുള്ള ഒരു മനുഷ്യൻ വരും. ഇയാൾ ചോദിക്കും, നീ ആരാണ്? ഈ സന്തോഷവും കൊണ്ടുവന്ന നീ ആരാണ്? ഇത്ര നല്ല മുഖവും കൊണ്ടുവന്ന നീ ആരാണ്? അപ്പൊ അയാൾ പറയും, അന അമലുക സാലിഹ്, ഞാൻ നിന്റെ സൽപ്രവർത്തനങ്ങളാണ് എന്ന് പറയും. ഖബറിലാണ്. അതുപോലെ വൃത്തികെട്ടവനാണെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഏറ്റവും വൃത്തികെട്ട
മുഖമുള്ള ഒരാൾ ഇയാളുടെ അടുത്തേക്ക് വരും. ഇയാൾ ചോദിക്കും, ആരാണ് നീ? വെറുപ്പോടെ ചോദിച്ചപ്പോൾ അയാൾ പറയും, ഞാൻ നിന്റെ മോശം പ്രവർത്തനങ്ങളാണ് എന്ന് പറയും. അപ്പൊ അമലാണ് യഥാർത്ഥത്തിൽ കൂടെ ഉണ്ടാവുക. സ്വർഗത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? കാരണമാകുന്നത് എന്താണ്? അമലാണ്. സ്വർഗത്തിന് പകരമല്ല ഒരിക്കലും അമൽ. ബിമാ കുന്തും തഅമലു ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅമലു. അല്ലാഹു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ അമൽ ചെയ്തത് കാരണത്താൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അത് തന്നെയാണ് നരകക്കാരോടും. അവിടെ സ്വർഗത്തിൽ നമ്മൾ എത്തുന്നത്, അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ബിമാ കുന്ത്, അത് സബബിയായ ആണ്, ശരിയാണ്, കാരണമാണ്. പക്ഷെ അതെന്തല്ല, വലൈസ ദാലിക ബാഉൽ ഇവദ്, അത് പകരത്തിന് പകരമായ അല്ല. സ്വർഗത്തിന് ഒരിക്കലും പകരമല്ല അമൽ. എത്ര അമൽ ചെയ്താലും അയാളുടെ അമൽ കൊണ്ട് മാത്രമേ അയാൾ സ്വർഗത്തിൽ പോവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, നിങ്ങൾ ഒരാളെയും നിങ്ങളുടെ അമൽ സ്വർഗത്തിൽ എത്തിക്കുകയില്ല. അപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങയോ? എന്നെ എത്തിക്കുകയില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ. അള്ളാന്റെ റഹ്മത്താണ്, അവന്റെ ഫضലാണ്, അവന്റെ സമ്മാനമാണ്, അവന്റെ വിരുന്നാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അത് അമലിന് ഒരിക്കലും സ്വർഗത്തിന് പകരമാവുകയില്ല അമൽ. മറിച്ച് ഒരു കാരണം, വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അതെ, വയബ്ഖ അമലുഹു, അമൽ മാത്രം ബാക്കിയാകും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, വറവ അഹ്മദ്. എത്ര മണിക്ക് നമസ്കാരം? 5 മിനിറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി അടുത്ത ആഴ്ച പറയാം. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم أعذنا من عذاب القبر ومن عذاب النار. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.